മക്കളെ, ഇപ്പോൾ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വീഡിയോസൊക്കെ സാർ എടുത്തു കഴിഞ്ഞു. ഒരു 17 വീഡിയോസ് ഓൾറെഡി എടുത്തു. മക്കളതൊക്കെ കണ്ടു കാണും. അതെല്ലാം കണ്ടിട്ടുള്ള മക്കൾക്ക് ഇപ്പം സാർ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാവും, തനിച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സാർ ഇപ്പോൾ ഈ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ മതി. സി, സം ഓഫ് 11th ആൻഡ് 21st ടേംസ് നമുക്ക് തന്നിരിക്കുന്നത് 11th ടേമിൻ്റെയും 21st ടേമിൻ്റെയും സം ഓഫ് 11th ആൻഡ് 21st ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 80. വാട്ട് ഈസ് 16th ടേം? അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 80 ആയാൽ 16ാം പദം എത്ര? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 3 ടേമുകൾ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം. ആദ്യ പദം എ ആണ്, രണ്ടാം പദം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഫസ്റ്റ് ടേമിനോട് ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എ പ്ലസ് ഡി, എ പ്ലസ് 2d, ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള 3 ടേംസ് കിട്ടിയാൽ ഇത് ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിലുള്ള ടേം കിട്ടാൻ വേണ്ടി ഒരു സിമ്പിൾ ട്രിക്കുണ്ട്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. സെൻറ്ററിലെ ടേം കിട്ടാൻ വേണ്ടി അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിലെ സെൻറ്ററിലെ ടേം കിട്ടാൻ വേണ്ടി, മിഡിൽ ടേം കിട്ടാൻ വേണ്ടി, അല്ലെ നടുക്കുള്ള പദം കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടൈം പ്ലസ് തേർഡ് ടൈം ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ രീതിയിൽ 5th, 6th, 7 ആണെങ്കിലോ നമുക്ക് 6th ടൈം കിട്ടാൻ വേണ്ടി 5th പ്ലസ് 7th ബൈ 2 എന്നിട്ടാൽ മതി. അല്ലെങ്കിൽ 6ാം പദം ഈസിക്കൽ ടു 5ാം പദം പ്ലസ് 7ാം പദം ഡിവൈഡഡ് ബൈ 2. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 80 ആണ്. 16ാം പദം കാണാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് നോക്കാം, ഈ 11ൻ്റെയും ഈ 21ാം പദത്തിൻ്റെയും സെൻറ്ററിൽ വരുന്ന ആരാ? നമുക്കറിയാം, എന്താ ഇവിടെ 5 ടേമുണ്ട്. 11, 12, 13, 14, 15 5 ടേമുണ്ട്. 16 കഴിഞ്ഞിട്ട് 17, 18, 19, 20, 21 5 ടേമുണ്ട്. അപ്പോൾ 11ാം പദം 11th ടേമിൻ്റെയും 21st ടേമിൻ്റെയും സെൻറ്ററിൽ വരുന്നത് 16ാം പദമാണ്, അല്ലെ 16th ടേമാണ്. അങ്ങനെയെങ്കിൽ ആ സെൻറ്റർ കിട്ടാൻ വേണ്ടി ഈ 11ൻ്റെയും 21ൻ്റെയും ടോട്ടൽ എടുത്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സം ഓഫ് 11th ആൻഡ് 21st ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 80. അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ 11ാം പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 80. അപ്പോൾ 11ൻ്റെയും 22ൻ്റെയും ടോട്ടൽ നമുക്ക് 80 എന്ന് തന്നുകൊണ്ട് 16ാം പദം, ഈ 11ൻ്റെയും 21ൻ്റെയും സെൻറ്ററിലുള്ള 16ാം പദം അല്ലെങ്കിൽ 16th ടേം എന്ന് പറയുന്നത് ഈ 11ൻ്റെയും 21ൻ്റെയും ടോട്ടലിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് 40 എന്ന് ഉത്തരം കിട്ടും. നമ്മോട് ചോദിച്ചത് 16ാം പദം എത്ര, അല്ലെങ്കിൽ വാട്ട് ഈസ് 16th ടേം. അപ്പം നമുക്ക് ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഏത് ടേമിൻ്റെ കേസിലും ഇത് ശരിയാവും. അതായത് ഇപ്പോൾ 12, 13, 14, 15, 16 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. 12ാം പദത്തിൻ്റെയും 16ാം പദത്തിൻ്റെയും സെൻറ്ററിലായിട്ട് 14 വരും. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 14th ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12th ടേമിൻ്റെയും 16th ടേമിൻ്റെയും സമ്മിൻ്റെ പകുതിയായിരിക്കും. 14th ടേം അല്ലെങ്കിൽ 14ാം പദം ഈസിക്കൽ ടു 12ാം പദം പ്ലസ് 16ാം പദം ബൈ 2. അല്ലെങ്കിൽ 14th ടേം ഈസിക്കൽ ടു 12th ടേം പ്ലസ് 16th ടേം ബൈ 2. അങ്ങനെ ഏത് കേസിലും ഇനി 11ഉം
17 ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ എവിടെയായിരിക്കും? 11, 12, 13. ഇവിടെ 15, 14, 17. ഇവിടെയും 3 ടേം, ഇവിടെ 3 ടേം. അപ്പോൾ 11ൻ്റെയും 17ൻ്റെയും സെൻറ്റർ 14 ആയിരിക്കും. അപ്പോൾ 14th ടേം എന്തായിരിക്കും? 11th ടേം പ്ലസ് 17th ടേം ഡിവൈഡഡ് ബൈ 2. ഇത് മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ ടൈപ്പ് പ്രോബ്ലം എല്ലാം ഈസി ആയിട്ട് ചെയ്യാം.